സോ നമ്മളിപ്പോൾ പോകാനുള്ളത് കോർഡിനേറ്റ് ജോമെട്രിയിൽ ഒരു 1-2 ടൈപ്പും കൂടി ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഏതായിരുന്നു ഡിസ്കസ് ചെയ്തേ? ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ അത് ഞാൻ വെറുതെ, അത് പക്ഷെ ശരിക്കും ടോപ്പിക് ഇല്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ബട്ട് ജസ്റ്റ് ലേൺ ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ട്രയാങ്കിൾസിൽ തന്നെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനത് വിട്ടുപോയതാ പറയാൻ. ഞാനിപ്പോഴാ നോക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ ഹൗ മെനി മീഡിയൻസ് ക്യാൻ ബി ഡ്രോൺ? ഒരു ട്രയാങ്കിളിന് എത്ര? 3 മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വാട്ട് ഡു യു മീൻ ബൈ മീഡിയൻ? ഒരു സൈഡിന്റെ ലൈൻ സെഗ്മെന്റ് joining midpoint to the opposite vertex. It is the line segment from a vertex to the midpoint of the opposite side. അല്ലേ? ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. സോ വി നോ ഹൗ മെനി സച്ച് മീഡിയൻസ് ക്യാൻ ബി ഡ്രോൺ ഇൻ എ ട്രയാങ്കിൾ. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 3. അല്ലേ? നൗ അതിന് ദ ഇന്റർസെക്ഷൻ ഓഫ് മീഡിയനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ ആർ കൺകറന്റ് ലൈൻസ്. അല്ലേ? So all these 3 medians are passing through a single point and we name that point of concurrence of that median. എന്തായിരുന്നു ആ പോയിന്റ് ഓഫ് കൺകറൻസിന്റെ പേര്? മീഡിയന്റെ പോയിന്റ് Centroid. വെരി ഗുഡ്, സെൻട്രോയിഡ്. അല്ലേ? സോ സെൻട്രോയിഡ് ഈസ് ദ പോയിന്റ് ഓഫ് കൺകറൻസ് ഓഫ് വാട്ട് സച്ച് മീഡിയൻസ്. അങ്ങനെ നമ്മൾ മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് മീഡിയൻസ് ആർ ആക്ച്വലി പാസിംഗ് ത്രൂ ദ സെയിം പോയിന്റ്. അല്ലേ? ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? This point is what we call as എന്താണ്? സെൻട്രോയിഡ്. അപ്പൊ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സെൻട്രോയിഡിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം എന്താ അറിയാവോ? എന്തായിരിക്കും കാര്യം? കാരണം നമുക്ക് ഈ കോർഡിനേറ്റ് അറിയാം. ഈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ ഡി എന്ന് പറയുന്ന ഇത് ഡി ആണെന്ന് വെച്ചോളൂ. വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി? ഈ പോയിന്റ് എന്തായിരിക്കും കോർഡിനേറ്റ്സ് ഓഫ് ഡി? സൈഡിന്റെ ബിസിയുടെ സെന്റർ ആയിരിക്കും. സെന്റർ. അപ്പൊ അത് പറഞ്ഞോ, നിങ്ങൾ തന്നെ പറയാമല്ലോ. വാട്ട് ഈസ് ദിസ് മിഡ് പോയിന്റ് ഓഫ് ദിസ് ബി സി? വാട്ട് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി? എന്തായിരുന്നു? x2 plus x3 by 2 x2 and plus y2 plus y3 by 2. x3 by 2 and y2 plus y3 by 2. അല്ലേ? So this is the coordinates of the centroid. Centroid alla, I'm sorry. The midpoint of the side BC, because that is required here. Our aim is to get the coordinates of centroid. ഈ centroidന്റെ coordinates എങ്ങനെ ഇരിക്കും നമുക്ക് അറിയില്ല. We are actually trying to find the coordinates of centroid using what you learned. അതായത് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും. അപ്പോൾ റൈറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ഫോർമുല ടു ഗെറ്റ് ദ സെൻട്രോയിഡ്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ എയിം. പക്ഷെ നമുക്കറിയാം സെൻട്രോയിഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. എപ്പോഴായിരുന്നു സെൻട്രോയിഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക? നമുക്കിവിടെ ഈ 2 കോർഡിനേറ്റ്സും ഉണ്ട്. സെൻട്രോയിഡ് കിട്ടണമെങ്കിൽ എന്തുകൂടെ വേണമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ സെൻട്രോയിഡ് കിട്ടാൻ ratio. Very good. Ratio at which this centroid divides this line segment AD. അല്ലേ? അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആ റേഷ്യോ എന്താണെന്നും? 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച റേഷ്യോ ഓർമ്മയുണ്ടോ? ശരി, ഞാനത് ഓർമ്മിപ്പിക്കാം. അതായത് സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ 2:1. സോ ആ 2:1 എന്ന് പറയുന്നത് ഈ വെർട്ടെക്സിൽ നിന്നും
ഡിയിലേക്കുള്ള ലൈൻ സെഗ്മെന്റിനെ 2:1 എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് 2ഉം ഈ പാർട്ട് എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് എപ്പോഴും മറക്കരുത്. മനസ്സിലായോ? ഇതിന്റെ പൊസിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അറിയാലോ. അപ്പോ 2:1 എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ടിലാണ് 2 ഉണ്ടാവുക? ഫ്രം വെർട്ടെക്സ് ടു ദ സെൻട്രോയിഡ് 2 പാർട്ടും, പിന്നെ സെൻട്രോയിഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് 1 പാർട്ടും ആയിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് 2:1. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫ്രം സി and let it be E, then tell me, ഈ സെൻട്രോയിഡിന് നമ്മൾ O എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ O 2 പാർട്ട് എന്ന് പറയുന്നത് ഏത് പാർട്ടായിരിക്കും? 2 പാർട്ട്. if the ratio is 2:1, OC 2 പാർട്ടും OE എന്ന് പറയുന്നത് ഒരു പാർട്ടും ആയിരിക്കും. അതായത് നിങ്ങൾ 3 പാർട്ടായിട്ട് ഈ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ഈക്വൽ പാർട്ട് OC ആയിട്ടും വരും, ഒരു പാർട്ട് എവിടെയായിട്ടും വരും? OE ആയിട്ടും വരും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 2:1. സോ വാട്ട് അബൌട്ട് ഇപ്പോൾ F? BF എന്നുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ടെൽ മീ വാട്ട് അബൌട്ട് ദ റേഷ്യോ? BO എന്ന് പറയുന്നത് എത്ര പാർട്ടായിരിക്കും? ഈ BFന്റെ എത്ര പാർട്ടായിരിക്കും? BO എത്ര പാർട്ടായിരിക്കും? 2 parts. BO എന്ന് പറയുന്നത് 2 പാർട്ടും OF എന്ന് പറയുന്നത് ഒരു പാർട്ടും ആയിരിക്കും. ക്ലിയർ? സോ BO is to OF എന്ന് പറയുന്നത് 2:1. സോ ഇവിടുത്തെ റേഷ്യോ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ശ്രദ്ധിച്ച് എഴുതാനുള്ള AO is to OD ആണ് എന്തോന്ന്? 2:1. അതുപോലെ തന്നെ CO is to OE ആണ് എന്താണ്? 2:1. അതുപോലെ തന്നെ BO is to OF എത്രയാണ്? 2:1. സംശയം ഉണ്ടോ? Is that clear? Okay? Clear ആണോ? Yes, sir. Okay. അപ്പൊ നമുക്ക് അപ്പൊ ഈ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഡിറ്റർമിൻ വാട്ട് ദ സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് എക്സ് ദെൻ? എക്സ് ഇസ് ഈക്വൽ ടു വി നോ m1 x2 plus m2 x1 by m1 plus m2. Am I right? So this is what the formula to get the what x, if you know the ratio and the coordinates of the endpoints of the line segment, the point at which it divides this line segment in that particular ratio, നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഏത്? അതിന്റെ കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് പോയിന്റ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് സെക്ഷൻ ഫോർമുല സൈസ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് m1? അപ്പോൾ ഇവിടെ ഇത് 2:1 ആണ്. വാട്ട് ഈസ് m1? m1 has to be taken as 2. If you are taking m1 as 2, then tell me 2 into what is x2 here? What is coming in the position of x2? എന്താണ് കോർഡിനേറ്റ് ഓഫ് x2 എന്ന് പറയുന്നത് ഇവിടെ? x2 plus x3 by 2. x2 plus x3 by 2 plus 1 into അങ്ങോട്ടല്ലേ? ഇതിങ്ങനെയല്ലേ പോകുന്നത്? 1 into what is x1 എന്ന് പറയുന്നത് ഇവിടെ x1 എന്ന് തന്നെയാണ് പേര്. അപ്പോൾ x1 divided by m1 plus m2 is 1 plus 2. So ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 2 and 2 get cancelled. What you get here is x2 plus x3 അല്ലേ? So it is x2 plus x3 plus 1 into x1 is x1, the whole divided by 3. So you can rearrange it and write it as what? x1 plus x2 plus x3 by 3. വാ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫോർമുല കിട്ടിയില്ലേ? നമ്മുടെ മിഡ് പോയിന്റ് ആയിരുന്നപ്പോൾ x1 plus x2 by 2 ആയിരുന്നു. Centroid എന്ന് പറഞ്ഞു. But you should know what is exactly centroid. So to get the centroid, you require all the 3 vertices of the triangle. ഇതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, x1 plus x2 plus x3 by 3. So what about the coordinate y? Similarly, you tell me what is the formula for finding y?
എന്താണ് വൈയുടെ ഫോർമുല? y2 m1 plus y1 m2 divided by m1 plus m2. m1 y2 plus m2 y1 by m1 plus m2, which is equal to 2 into, what is y2 here? What is y2? പറഞ്ഞോളൂ. y2 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? What is in the position of y2 as coordinate? y2 plus y3 by 2. y2 plus y3 by 2 plus 1 into y1 divided by 1 plus 2 as m1 plus m2. So it is equal to y2 plus y3 plus y1 by 3, or which is equal to, rearrange y1 plus y2 plus y3 by 3. So this is a very important formula. എന്താണ് കാര്യം? നമുക്കറിയാം, നിങ്ങളടുത്ത് ചോദിക്കുകയെങ്കിലും നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഒന്നും വേണ്ട. നേരത്തെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഡെറിവേഷനൊക്കെ ചോദിച്ചേനെ. ഇപ്പം നിങ്ങളടുത്ത് ചോദിക്കുക എന്ന് പറയുന്നത് എന്താ? നിങ്ങളടുത്ത് ആ ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ എ x1 y1, b x2 y2, c x3 y3. എന്നിട്ട് നിങ്ങളടുത്ത് പറയാം ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് സെൻട്രോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ലൈൻ സെഗ്മെന്റ് വരച്ചു, അതിൽ പോയിന്റ് മാർക്ക് ചെയ്ത് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഇവിടെ നമുക്ക് ആ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്കറിയാം ഇത് ഡി ആണെന്ന് വെച്ചു, മിഡ് പോയിന്റ് ആണെങ്കിൽ, ഇത് ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വെച്ചോളൂ. സെൻട്രോയിഡ് ഓ. സെൻട്രോയിഡ് ഓയുടെ കോർഡിനേറ്റ് എന്താണ്? സെൻട്രോയിഡ് ഓയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് നിങ്ങളുടെ മനസ്സിലിട്ടിരുന്നത്. സെൻട്രോയിഡ് ഓ എന്ന് പറയുന്നത് എന്താ? x1 പ്ലസ് x2 പ്ലസ് x3 by 3, y1 plus y2 plus y3 by 3. ശരിയല്ലേ? പ്രൊവൈഡഡ് നമുക്ക് എന്ത് വേണം? സെൻട്രോയിഡ് ഓ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് തന്നിരിക്കണം? എന്ത് തന്നിരിക്കണോടെ? എന്ത് തന്നിരിക്കണം? എന്താ നിങ്ങൾ മിണ്ടാത്തേ? എന്താ തന്നിരിക്കേണ്ടേ? കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ തന്നിരിക്കണം. ഇവിടെ x1 y1 എന്ന് പറയുന്നത് അതിലെ ഒരു വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് ആണ്. മറ്റൊരു വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് ആയ x2 y2 തന്നിരിക്കണം, x3 y3 തന്നിരിക്കണം. അപ്പൊ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതിലൊരു ഒറ്റ വർണ്ണം അൺനോൺ ആണ്. ഇവിടെ എക്സും ഇതും വൈയും ആണ് അൺനോൺ എന്ന് വെച്ചോളൂ. ഇനി ഈ എക്സും വൈയും തന്നേക്കാം, എന്നിട്ട് ഇതിലെ ഏതെങ്കിലും കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും ചോദിക്കാം. അങ്ങനെ ചോദിച്ചൂടെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെയും ചോദിക്കാം. എങ്ങനെ? ലൈക്ക് കോർഡിനേറ്റ്സ് ഓഫ് ട്രയാങ്കിൾ ABC ആർ എന്താണ്? 2 1. ഞാൻ ഈ കോർഡിനേറ്റ് ശരിയായിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ ഇത് ട്രയാങ്കിൾ ഫോം ചെയ്തില്ല എന്ന് വരാം. ഫോർ ദ ടൈം XY. ബട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് ഇങ്ങനെ തന്നേക്കും. സെൻട്രോയിഡ് ഇസ് സം 3 4 എന്ന് വെച്ചോ. രണ്ടും ഒരുമിച്ച് വരില്ലല്ലോ, സോറി. 7 5 6 7 8 വെച്ചോ ചുമ്മാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് ചോദിക്കാം. അപ്പൊ ഇത് രണ്ടും വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ ABC ആണ്. ഇത് എ, ഇത് ബി, ഇത് സി. ഉടനെ തന്നെ നിങ്ങൾ വെറുതെ ഒരു ഫിഗർ അങ്ങ് വരയ്ക്കാം. നമുക്കറിയാം എന്ത് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഡ്രോ എ ട്രയാങ്കിൾ. എന്നിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ദിസ് പോയിന്റ്സ് ആസ് വാട്ട്? എ 2 1, ബി 3 4 and C XY.
So this xy has to be determined. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പാരം തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത്? The coordinate of the centroid is given. അല്ലേ? Coordinates of the centroid is given. D. O എന്ന് പറയുന്നത് എന്താ? 7, 8. അല്ലേ? 7, 8 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായി ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക? നമുക്കറിയാം സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് ഈസ് എന്താണ് ഫോർമുല? എന്താണ് സെൻട്രോയിഡ്? എന്താണ്? x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3 അല്ലേ? ഇതാണ് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, നമുക്ക് വാട്ട് ഈസ് x1 plus x2 plus x3 by 3? എന്തായിരിക്കും x1 plus x2 plus x3 by 3 എന്ന് പറയുന്നത്? When you compare it with the centroid given plus 3 plus yes, what is that? 2 plus 3 plus x by 3. അത് എത്രയാണ്? 7. So that means it is equal to 7 എന്ന് നമുക്ക് പറയാം. കാരണം എന്താ? നമുക്കറിയാം the given centroid is 7, 8. So when you apply the formula x1 plus x2 plus x3 by 3 and y1 plus y2 plus y3 by 3, you must get what? 7 and 8. So it means the coordinate of x is 7. Means x1 plus x2 plus x3 by 3 is what? 7. Correct? ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ x1 plus x2 plus x3 by 3 is equal to 7 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹന പറഞ്ഞ പോലെ നമ്മൾ ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ? 2 plus 3 plus x by 3 is equal to 7 അല്ലേ? So what is 2 plus 3? 5 അല്ലേ? 5 plus x is equal to 7 into 3 എത്രയാ? അത് 21. or x is equal to എത്ര? 21 minus 5 which is equal to എത്ര കിട്ടും? 16 അല്ലേ? And similarly you can find what is y also. എന്താണ്? We know y1 plus y2 plus y3 is equal by 3 is given as what? 8 അല്ലേ? അതാണ് 8 എന്ന് തന്നിരിക്കുന്നത്. So what is y1 plus y2? Sorry, that's a given അല്ലേ? എന്താണ് y1 y2 തന്നിരിക്കുന്നത് ഇവിടെ? എന്താണ് y1 y2? 1 4 and y അല്ലേ? അപ്പോൾ you substitute it here. 1 plus 4 plus y by 3 എന്ന് പറയുന്നതാണ് നമ്മുടെ 8. So 1 plus 4 എന്ന് പറഞ്ഞാൽ 5 plus y by 3 is equal to 8, or 5 plus y is equal to 24 and y is equal to എത്ര വരും? 24 minus 5 എത്ര അത്? 90 അല്ലേ? So we got the coordinates of xy as what? 16 and 19. Okay. അപ്പോൾ ഇതാണ്. ഇപ്പം ഞാൻ ഈ പ്രോബ്ലം വെറുതെ ഒരു നമ്പർ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ റിയാലിറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. വെദർ ദിസ് 3 ഫോംസ് എ ട്രയാങ്കിൾ ഓർ നോട്ട്, അതൊന്നും നോക്കണ്ട. ഞാനൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ഇവിടെ ഇട്ടത്. നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നോൺ കൊളീനിയർ ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇത് 2 കോർഡിനേറ്റ് ഇവിടെ തന്നെ മിസ്സിംഗ് ആവണോ നിർബന്ധമില്ല. ഇവിടുത്തെ ഒരു കോർഡിനേറ്റും തന്നേക്കും, ഇവിടുത്തെ മറ്റൊരു കോർഡിനേറ്റും മിസ്സിംഗ് ആയിട്ട് തരാം. അപ്പൊ അങ്ങനെയും ചോദിക്കാമല്ലോ ഇല്ലേ? അങ്ങനെ ചോദിച്ചൂടെ? അങ്ങനെ ചോദിച്ചാലും നമ്മൾ ചെയ്യുന്ന രീതി എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇത് മനസ്സിലായോടെ? ഇത് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ഒരു ടൈപ്പ്. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Determine the ratio in which the line 2x plus y minus 4 is equal to 0 divides the line segment joining the points 2, -2 and b 3, 7. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ അവിടെ കുട്ടികളെ? ആർക്കെങ്കിലും പറയാമോ? ഇതുപോലെ ഇത് സിമിലർ ടു ദിസ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിച്ചിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നെങ്കിലും പറയോ?
ഈ ഇക്വേഷന്റെ ലൈൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ ലൈൻ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? സോ വി നോ ഇറ്റ് ഈസ് എ ലൈൻ അല്ലെ, ഇതൊരു ലൈൻ ആണെന്ന് നമുക്കറിയാം. ഈ ലൈൻ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? എ ബിനെ. വെരി ഗുഡ്. അപ്പോൾ അതിന്റെ അർത്ഥം ദിസ് എ ലൈൻ വിച്ച് ഡിവൈഡ്സ്, അത് പോസിബിളും ആണ്, നമുക്കറിയാം അല്ലെ. നമുക്കറിയാം ഒരു ലൈൻ ഉണ്ട് നമ്മളെ കയ്യിൽ, ലൈക്ക് നമ്മളെ കയ്യിൽ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആൻഡ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദിസ് വെർട്ടിസസ് ഓഫ് ദിസ് എ ബി, എൻഡ് പോയിന്റ്സ് ഓഫ് ദ vertices of what a that AB is given. And the coordinates are 2, -2 and B എന്ന് പറയുന്നത് 3, 7. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലൈൻ ആണെന്ന് നമുക്കറിയാം, ബിക്കോസ് ഒബ്വിയസ്ലി there are 2 points A and B, so that connects one line. അത് ഉറപ്പാണ്, ഒരു ലൈൻ ഉറപ്പായിട്ട് അവിടെ ഉണ്ട്. ഇനി അടുത്ത പ്രശ്നം അവർ പറഞ്ഞിരിക്കുന്നത് there is another line which divides this line segment in a ratio. Obviously if it is actually intersecting this line segment AB, ഈ ലൈൻ സെഗ്മെന്റ് AB ഇത് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഈ 2x + y - 4 അതൊരു ലൈൻ ആണെന്ന് നമുക്ക് വീണ്ടും അറിയാം അല്ലെ. നമുക്കറിയാം ഈ 2x + y - 4 എന്ന് പറയുന്ന മറ്റൊരു ലൈൻ ആണെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം, കാരണം നമ്മൾ ഒരുപാട് ഗ്രാഫ് വരച്ചതാണ് അല്ലെ. ഇതൊരു ലൈൻ ആണെന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ 2x + y - 4 = 0 എന്ന് പറയുന്നത്, is that a line or not? ഇതൊരു ലൈൻ അല്ലേ? ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലൈൻ. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇന്റർസെക്ട്സ് എ ബി, ഉറപ്പായിട്ടും അത് എന്താണ്, there is a common point and that point divides this line segment AB in a ratio, because നമുക്കറിയാം each and every point in this line segment AB is dividing this line segment AB in a ratio അല്ലെ. ഈ ലൈൻ സെഗ്മെന്റ് AB യിലെ ഏത് പോയിന്റ് എടുത്താലും അത് ഈ ലൈൻ സെഗ്മെന്റ് AB ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അതിലൊരു പോയിന്റ് കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ പഠിച്ച സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ശരിയാണോ? ഡേ? യെസ് ഓർ നോ? ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ ഈ 2x + y - 4 എന്ന് പറയുന്ന ലൈനും ഇതിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇത് ഉറപ്പായിട്ടും ഇതിനെ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ഈ ലൈൻ നമുക്കറിയത്തില്ല എങ്ങനെയോ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതാ എന്റെ ചോദ്യം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതേപോലൊരു ക്വസ്റ്റ്യൻ? ഒരു ലൈൻ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെർട്ടിസസ്, അതായത് രണ്ട് എൻഡ് പോയിന്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് തന്നിട്ടുള്ള ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ, ഒന്നല്ല 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലത്തെ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. എന്താണെന്നറിയോ? Find the ratio by which the x-axis എന്ന് പറയുന്ന ഒരു ലൈൻ അല്ലേ, x-axis divides this line segment joining 2 points. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു ലൈൻ സെഗ്മെന്റ് എ ബി യെ x-axis ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഈ പ്രോബ്ലം ചെയ്യാൻ? സോറി, ഇതിപ്പോ y ആക്സിസ് അറിയാം അല്ല, y ആക്സിസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പൊ ഈ പോയിന്റിനെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യപ്പെട്ടത്? നമ്മൾ ഈ പോയിന്റ് എന്തായിട്ട് എടുത്തു? 0y ആയിട്ട് എടുത്തു. കാരണം നമുക്കറിയാം സിൻസ് ഇറ്റ്സ് എ പോയിന്റ് ഓൺ y ആക്സിസ്, ഉറപ്പായിട്ടും അത് ഏത് ഫോമിലായിരിക്കും? 0y ഫോമിലായിരിക്കും. ഇനി x ആക്സിസിലെ പോയിന്റ് ആയിരുന്നുവെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കുമായിരുന്നു? x0 ഫോമിലായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലെ ഒന്നത്തെ കോർഡിനേറ്റ് ഈസ് ഗിവൺ. പിന്നെ നമുക്കറിയാം വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ റേഷ്യോ m1/m2, എ സ്പെഷ്യൽ ഫോർമുല വി ഡിറൈവ്ഡ് ഫ്രം വാട്ട്? ദ സെക്ഷൻ ഫോർമുല. എന്തായിരുന്നു അത്? x1/x2 - x യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാം? റേഷ്യോ കണ്ടുപിടിക്കാം. ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ വൈയും കണ്ടുപിടിക്കാം അല്ലെ. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്തായിരുന്നു? ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ലൈൻ വിച്ച് ഡിവൈഡ്സ് ദിസ് ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്ത ആ ലൈൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതൊരു y ആക്സിസ് ആയിരുന്നു, അതല്ലെങ്കിൽ അതൊരു x ആക്സിസ് ആയിരുന്നു. ആ കേസസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക xy എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
പക്ഷെ ഇവിടെ നമുക്ക് ആ പോയിന്റിൽ വൺ ഓഫ് ദ കോർഡിനേറ്റ് ഈസ് ഡിഫൈൻഡ്. ശരിയാണോ തെറ്റാണോ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കോർഡിനേറ്റ് ഡിഫൈൻഡ് ആയിരുന്നു അല്ലെ? ഇഫ് y ആക്സിസ് ആവട്ടെ x ആക്സിസ് ആവട്ടെ, ഇവിടെ വൺ ഓഫ് ദ കോർഡിനേറ്റ് ഓഫ് ദ ലൈൻ ഈസ് ഡിഫൈൻഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെയോ? ഇവിടെ എന്താ പ്രശ്നം? പറഞ്ഞോ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ കോർഡിനേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ? യു മേ ഗെറ്റ് ഡിഫറെന്റ് കോർഡിനേറ്റ്സ് ഓഫ് 2x plus y minus 4ന്റെ ഒരുപാട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം, അതായത് സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ. പക്ഷെ അതിന് ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഇതിനും ഏത് എ ബിക്കും ഇതിനും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് കണ്ടെത്തുക ദുഷ്കരമാണ് അല്ലെ? ശരിയല്ലേ? യെസ് ഓർ നോ? അല്ലേടേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ലൈനിൽ ഒരുപാട് പോയിന്റ്സ് കണ്ടുപിടിക്കാം. പക്ഷേ ആ പോയിന്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ലൈനിലും ഉണ്ടായിരുന്നാലല്ലേ നമുക്ക് ഈ XY അതിനെ XY ആണ് അത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കോമൺ പോയിന്റ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതെന്താ, ഇത് ഇന്റർസെക്ട് ചെയ്യുന്നു, ഡിവൈഡ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിനും പിന്നെ എ ബി എന്ന് പറയുന്ന ഈ ലൈനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ? ഈ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലുള്ള എല്ലാ ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ് ആർ അവൈലബിൾ ഫോർ 2x plus y minus 4 ആൻഡ് ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മളിവിടെ എടുത്തിട്ട് ഇതൊരു കൊളീനിയർ പോയിന്റ് ആയിട്ട് വരുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. അതാണ് ഒരു മെത്തേഡ്. പക്ഷെ അത് ചോദിക്കാന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ ചെയ്താലും കിട്ടത്തില്ല. യെസ് ഓർ നോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റെന്തെങ്കിലും മെത്തേഡ് അന്വേഷിക്കേണ്ടി വരും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ ഇങ്ങനെ മറ്റേ ക്വസ്റ്റിനും ഇങ്ങനെ തന്നെ ചെയ്യാം, ഇപ്പൊ ചെയ്യുന്ന പോലെ. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ നൺ ഓഫ് ദ കോർഡിനേറ്റ് ഈസ് നോൺ. ഇവിടെ ഒരു കോർഡിനേറ്റ് പോലും തരാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. ഇതിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ us ടു ഡിറ്റർമിൻ ദ അതർ കോർഡിനേറ്റ്. കാരണം എന്താ, ഇപ്പൊ എക്സ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എന്നാൽ വളരെ എളുപ്പത്തിന് നമുക്ക് മറ്റേ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എന്താ, എക്സ് ഇതിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ y കിട്ടത്തില്ലേ? നമുക്ക് അതൊന്നും തന്നിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ XY എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് കയ്യിൽ ഇനിയിപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ റേഷ്യോ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. നമുക്കറിയാം റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്നത് എന്താ, m1:m2 അല്ലേ? ഇവിടെ ഞാൻ സം λ:1 എന്ന് എടുത്തു. ലാംഡ എന്നോ എ എന്നോ എന്തോ ഇങ്ങനെ എടുത്തു. ഈ λ:1 എന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നൂലേ, ഇവിടെ എന്താ സാറേ m1 m2 രണ്ട് വേരിയബിൾ ആണ്, ഇവിടെ 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇവിടെ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട് സാർ എങ്ങനെ എടുത്തു എന്ന് അങ്ങനെ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇൻസ്റ്റെഡ് ഓഫ് m1:m2 why did I take λ:1 or is it possible to take λ:1? അങ്ങനെ സംശയം തോന്നുന്നുണ്ടോ? അതൊരു ജനറാലിറ്റി വയലേഷൻ അല്ലേ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് സംശയം തോന്നിയാലല്ലേ എനിക്ക് പഠിപ്പിക്കാൻ അല്ലേ? ഇവിടെ λ:1 എടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കും. കാരണം m1:m2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അർത്ഥം നമുക്കറിയാം 2:3 അതൊരു കേസാണ്. എല്ലായ്പ്പോഴും 3:1 എന്നും 5:1 എന്നും ഫോമിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ λ:1 എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരാം. സ്വാഭാവികമാണ്, എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ചിന്ത ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. എന്താ കാര്യം, m1:m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? m1/m2 എന്നാണല്ലോ അർത്ഥം അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? m1:m2 എന്ന് പറഞ്ഞാൽ m1/m2. ഇനി m1/m2 ഡിവൈഡഡ് ബൈ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ദിസ് ക്യാൻ ബി അഗെയിൻ സ്റ്റേറ്റഡ് ആസ് m1/m2:1. അങ്ങനെ എഴുതിക്കൂടെ? m1/m2 എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിട്ട് എടുത്തു, then /1. ഈ m1/m2 is taken as lambda, so λ:1 എന്ന് നമുക്ക് പറയാം. ഇനി അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങളെ കയ്യിൽ 2:3 ആണ് ഉള്ളതെന്ന് വെച്ചു, ഇങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷെ നിങ്ങൾ ഇതിനെ കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ഈ λ 2/3 എന്ന് എടുത്തു. അതായത് 2/3:1 എന്ന് എഴുതി കഴിഞ്ഞാലും 2:3 എന്ന് എഴുതി കഴിഞ്ഞാലും ഒരേ റിസൾട്ട് അല്ലേ കിട്ടുക? ഒന്ന് നോക്കിയേ, അല്ലേ?
2/3:1 എന്നും 2:3 എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ വാല്യൂ അല്ലേ? വാട്ട് ഈസ് 2/3:1? 2/3:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 2/3/1. വാട്ട് ഈസ് ദാറ്റ്? 2/3 അല്ലേ? 2/3 അല്ലേ? ദാറ്റ് ഈസ് സെയിം ആസ് 2:3. ശരിയല്ലേ? അതുപോലെ തന്നെ 4/5 എന്നാണ് റേഷ്യോ കിട്ടേണ്ടത്. നിങ്ങൾ അതിനെ എടുത്തു വയ്ക്കുന്നത് 4/5:1 എന്ന് എടുത്തു. വാട്ട് ഈസ് 4/5:1? ഇറ്റ് ഈസ് 4/5. സോറി, ഇറ്റ് ഈസ് 4/5. 4/5 ഡിവൈഡഡ് ബൈ 1 അല്ലേ? 4/5 ഡിവൈഡഡ് ബൈ 1 അല്ലേ? വാട്ട് ഈസ് 4/5 ഡിവൈഡഡ് ബൈ 1? 4/5 ആണല്ലോ. വാട്ട് ഈസ് ദാറ്റ്? 4:5. അപ്പൊ അതിന്റെ അർത്ഥം ഇൻസ്റ്റെഡ് ഓഫ് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്നാൽ പിന്നെ m1:m2 തന്നെ എടുത്താൽ പോരെ? എന്തിനാ സാർ ഇത്രയും കഷ്ടപ്പെട്ട് λ:1 എടുക്കണേ? എടുക്കുന്നതിന് കാരണമുണ്ട്. when you take m1:m2 here, actually we are taking two variables അല്ലേ? ശരിയല്ലേ? ശരിയല്ലേടേ? നമ്മളിപ്പോൾ m1/m2 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ എത്ര വേരിയബിൾ യൂസ് ചെയ്യപ്പെടുന്നു? 2 വേരിയബിൾ യൂസ് ചെയ്യുന്നു. അപ്പൊ 2 വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് പ്രോസസ് ചെയ്ത് വരുമ്പോൾ അത് വീണ്ടും ബുദ്ധിമുട്ടല്ലേ? ആ ഇക്വേഷൻസ് പ്രോസസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? വീണ്ടും ആ വേരിയബിൾ സോൾവ് ചെയ്യപ്പെടേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമുക്ക് എളുപ്പം ഇഫ് വി ചൂസ് ഓൺലി 1 വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് 2 വേരിയബിൾ, അതൊരു ലീനിയർ ഇക്വേഷനിലായിരിക്കും നമ്മുടെ സൊല്യൂഷൻ മീൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് m1/m2 വി ഗിവ് എന്താ λ:1. ഇപ്പം ലാംഡ എന്ന് പറയുന്നത് ലാംഡ എന്നോ എ എന്നോ ബി എന്നോ ആൽഫ എന്നോ ബീറ്റ എന്നോ എന്ത് വേണോ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ലാംഡ എടുത്തു. ആൽഫയും ബീറ്റയും ഗാമയൊക്കെ നമ്മൾ ഓൾറെഡി ഏതിനെടുത്തു? നമ്മൾ ആ സീറോസിനൊക്കെ എടുത്തുകൊണ്ട് അത് കൺഫ്യൂസ് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ച് ലാംഡ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? λ:1 എന്ന് എടുക്കാം. അപ്പോൾ λ:1 എടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പിച്ചാണല്ലോ അല്ലേ? ശരി, ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണ്? ദ റേഷ്യോ അറ്റ് വിച്ച് ദിസ് പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി O divides. What is O? O എന്ന് പറഞ്ഞാൽ എന്താ? It is the common point for this line 2x plus y minus 4 is equal to 0 and the line segment AB അല്ലേ? AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനും ഈ 2x plus y minus 4 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനുള്ള കോമൺ പോയിന്റ് ആണ് this O. ആ പോയിന്റ് divides the line segment AB in the ratio λ:1 and λ:1 is our assumption. Let it divide. നമുക്കറിയില്ല. Let us take that point O divides what? The line segment AB in the ratio λ:1 എന്ന് നമ്മൾ എടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ you tell me what are the coordinate of what? X and Y using this λ:1. ഈ എക്സും വൈയും ഒന്ന് കണ്ടുപിടിച്ച് പറയാവോ? What is X? X എന്താണ് പറഞ്ഞേ? What is X? X എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? What is X? What is X? എന്താ നിങ്ങൾ ആരും മിണ്ടാത്തേ? ഈ X എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറയോ? കോർഡിനേറ്റ് ഓഫ് X. What is the coordinate of X? 3 into lambda ഫോർമുല പറഞ്ഞു മോളെ. plus 2 into 1. മോളെ ഫോർമുല ആദ്യം പറയൂ. കറക്റ്റ് ആണ്. വെരി ഗുഡ്. What is the formula? m2 into x1. m1x2 plus m1x2 plus m2x1 divided by m1 plus m2. Yeah, m1 plus m2. And here the m1 is lambda and m2 is 1. അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഇനി പറഞ്ഞോ, നേരത്തെ പറഞ്ഞത് പറഞ്ഞോ. എന്താണ്? ലാംഡ ഇൻറ്റു 3 plus അപ്പോൾ 3 1 ലാംഡ into 2 പ്ലസ് then 1 into 2 അല്ലേ? 1 into 2 divided by lambda plus 1 or which is equal to 3 lambda plus 2 by lambda plus 1. Now next, what about y coordinate? Similarly, m1 y2 plus m2 y1 by m1 plus m2. Now tell me what is y from this? എന്താണ്? 7 lambda
7 lambda plus 1 into negative 2. 1 into negative 2 divided by lambda plus 1. That is 7 lambda minus 2 by lambda plus 1. So we have the coordinates of x and y here in terms of lambda. അപ്പോൾ നമുക്കറിയാം ലാംഡ എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിൽ we must have some condition. There you can substitute this to get the lambda. അത് അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുക 2x plus y minus 4 is equal to 0 is the equation of a line. If x is equal to 2 and y is equal to 3 എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ what do you understand by this? x is equal to 2 and അതായത് 2 3 എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്താ അതിന്റെ അർത്ഥമാക്കുന്നത്? നിങ്ങളെ കയ്യിൽ 2ഉം 3ഉം കിട്ടി, എക്സിന്റെ വില 2ഉം വൈയുടെ വില 3ഉം കിട്ടി. അപ്പൊ 2 3 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വെച്ചാൽ ഇവിടെ സൊല്യൂഷൻ അല്ലായിരിക്കാം, ബട്ട് ഞാൻ പറയുകയാണ് സൊല്യൂഷൻ ആണെന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയാ എന്താ മനസ്സിലാക്കുക? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക? നിങ്ങൾ എന്താ മനസ്സിലാക്കുക അതില്? പറഞ്ഞു എന്താ മനസ്സിലാക്കുക? 2 and 3 എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? 2x plus 5 minus 7 is equal to 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് 2 3 എന്ന് നിങ്ങൾക്ക് കിട്ടി. 2 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇതിൽ മനസ്സിലാക്കുക? പറയൂ കുട്ടികളെ, എന്താണ് സൊല്യൂഷൻ ഓഫ് എ ലൈൻ? What do you mean by solution of a line? എന്തായിരുന്നു solutions of a line? How many solutions are there in 2x plus y minus 7 is equal to 0? എന്താ നിങ്ങൾ മിണ്ടാത്തെ? എത്ര സൊല്യൂഷൻ ഉണ്ടേ ഇതിന്? What do you understand? Infinity. So Infinity. what is the meaning of solutions of a line? Points of that line. Points of that line means those points which Coordinates of coordinates which satisfy this ആ ലൈനിലെ condition. ഏതെങ്കിലും ഒരു പോയിന്റ് കോർഡിനേറ്റ്സ് അല്ലേ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ആണ്. യെസ് ഓർ നോ? അല്ലേ? അപ്പൊ നമ്മൾ അത് അങ്ങനെ കണ്ടുപിടിക്കുന്നത് ബൈ പുട്ടിങ് x is equal to some value, you evaluate what is y from that. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കിട്ടും some value for y. അപ്പൊ നിങ്ങൾ എടുക്കും ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് this satisfy this condition, so it's a solution or a point on this line. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് you get x is equal to 2 and y is equal to 3 as the solution എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക ഇതിനർത്ഥം? ഈ 2ഉം 3ഉം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക? അപ്പൊ ഇത് എങ്ങനെയാ നിങ്ങൾ വെരിഫൈ ചെയ്യുക? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക അത്രേ ഉള്ളൂ. അതാണല്ലോ ഇത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ കോർഡിനേറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ഇറ്റ്സ് എ കണ്ടീഷൻ, ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ആ റിലേഷൻ ഒരു ലൈനിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ലൈനിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when you put the value of x as 2 and y as 3, this equation should satisfy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when you put x is equal to 2, it become 2 into 2 plus y is equal to 3, it become 3 minus 7 എന്ന് പറയുന്നത് എന്തായിരിക്കണം? എന്ത് കിട്ടണം? 0 കിട്ടണം. ആ 0 ആണോ? നോക്ക്, 4 plus 3 minus 7, that is 7 minus 7 is equal to 0. Yes, so this satisfies this condition. അല്ലെ? ഏത് 2 3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൊല്യൂഷൻ. ഒബ്വിയസ്ലി നമ്മൾ അത് വെരിഫൈയും ചെയ്തു. So this is what we called a solution means. When somebody tells you what this particular coordinates are the solutions of one of the solution of this equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you just put it and check. എന്ത് ചെയ്യണം? ആ 2ന് എക്സിന് 2ഉം വൈക്ക് 3ക്കും കൊടുക്കുന്നു, നമ്മൾ അത് ശരിക്കും നോക്കുന്നു. അപ്പോൾ അത് if it satisfies what you say, yeah, it's a solution. It's a solution. So ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? നോക്കിയേ, ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടെ എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? വാട്ട് ഹാവ് യു ഗോട്ട്? എന്താ കിട്ടിയിരിക്കുന്നത്? പറയടേ.
ഇവിടെ ഈ കിട്ടിയിരിക്കുന്നത് എന്താ? എക്സും വൈയും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്. ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഞാനിത് ഇവിടെ എഴുതുകയാണ്. ആ കോർഡിനേറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 3 ലാംഡ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് 1 എന്ന് പറയുന്നതും പിന്നെ ഏതാ 7 ലാംഡ മൈനസ് 2 ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്. ഇത് വെറും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണോ? ഈ പോയിന്റിന് ഒരു പേരുണ്ടോ? പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞോ. വെറും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണോ ഇത്? ആണോ? കോമൺ പോയിന്റ്. യെസ്. ഓ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണിത് അല്ലെ. ഓ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ കോമൺ പോയിന്റ് ടു ബോത്ത് എ ബി ആൻഡ് 2x + y - 4. രണ്ട് ലൈനിന്റെയും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്നും നമുക്ക് മനസ്സിലായി. യെസ് ഓർ നോ? യെസ് ഓർ നോ? മനസ്സിലായില്ലേ? ഇറ്റ്സ് എ കോമൺ പോയിന്റ്. യെസ് ഓർ നോ? എന്താ നിങ്ങൾ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു കോമൺ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ്സിനെ എന്തായിട്ട് പറയാം നമുക്ക്? ഈ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് പറയാം? ഇത് ഇറ്റ്സ് എ എന്ത് പറയാം? സൊല്യൂഷൻ ടു വാട്ട്? 2x + y - 4 = 0. ഈ ലൈനിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? പറഞ്ഞൂടെ? പറയാം. അപ്പൊ ഇത് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഈ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുക? വാട്ട് യു ഡു ടു ചെക്ക് വെദർ ദിസ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ലൈൻ ഓർ നോട്ട്? എന്താ ചെയ്യുക? സൊല്യൂഷൻ ആണോ എന്ന് എങ്ങനെ നമ്മൾ അറിയുക? എന്താ ചെയ്യാം? Substitute the value of x and y in this equation. അല്ലെ, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ എക്സിനെയും വൈയെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this equation should satisfy. That is what the condition for a solution. അപ്പൊ ഇത് സൊല്യൂഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇത് ഉറപ്പായും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിച്ചിരിക്കണം. So let's substitute it. എന്തിനു വേണ്ടിയിട്ടാ? To get the value of lambda. 2 into x is taken as what? 3 lambda plus 2 by lambda plus 1 then plus y is പറയുന്നത് എന്താ? 7 lambda minus 2 by lambda plus 1 minus 4 is equal to 0. So taking LCM it become 2 into 3 lambda plus 2 plus 7 lambda minus 2 minus 4 into, see ഇവിടെ രണ്ടിനും ഡിനോമിനേറ്റർ ലാംഡ പ്ലസ് 1 ഉണ്ട്. സോ ഇവിടെ എത്രയാ? ഡിനോമിനേറ്റർ 1 ആണ്. സോ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ലാംഡ പ്ലസ് 1 യു ഗെറ്റ് എ ഡിനോമിനേറ്റർ ലാംഡ പ്ലസ് 1 ഹിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4നെ നമ്മൾ ലാംഡ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് 1 യു ക്യാൻ ടേക്ക്. സോ ദിസ് ഈസ് വാട്ട് ദ വേ നമ്മൾ എന്ത് ചെയ്യുന്നത്? LCM കണ്ടുപിടിക്കുന്നു. നൗ ഇനി ഒന്ന് പറഞ്ഞേ എന്താ? 3 ലാംഡ പ്ലസ് 2 ഇൻറ്റു അതൊന്ന് പറഞ്ഞേ. 3 into 2 6 lambda plus 4 yes plus 7 lambda minus 2 because ഇവിടെ പോസിറ്റീവ് കൊണ്ട് minus 2 minus 4 lambda then minus 4 is equal minus to 4. 0 into lambda plus 1. Yes or no? 0 into lambda plus 1. Yes sir. Because the denominator നമ്മൾ അവിടെ 0 ആയി പോകും. അപ്പൊ 6 ലാംഡ പ്ലസ് 7 ലാംഡ എത്ര? 13 ലാംഡ മൈനസ് 4 ലാംഡ 13 lambda എത്ര? 6 ലാംഡ പ്ലസ് 7 ലാംഡ 9 lambda 9 ലാംഡ 9 ലാംഡ പിന്നെന്താ? 4 മൈനസ് 2 2 മൈനസ് 4 അപ്പം മൈനസ് 2 ഈക്വൽ ടു 0. ശരിയല്ലേ? That is 9 lambda equal to 0 plus 2. 9 lambda is equal to 2 and lambda is equal to 2 by 9. But we know the ratio. എന്താണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്? It is lambda is to 1 അല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? Is
lambda is to 1. So we have lambda as 2 by 9. Therefore the ratio is what? 2 by 9 is to 1. What is that? Which implies 2 by 9 by 1, which is equal to 2 by 9, which means it is 2 is to 9. അപ്പോൾ 2 is to 9 എന്നുള്ളത് നമ്മൾ കിട്ടി അല്ലേ? ശരിയല്ലേ? റേഷ്യോ കിട്ടിയില്ലേ? Yes, sir. കിട്ടി സർ. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ലെങ്തി പ്രോബ്ലം ആയിട്ട് തോന്നും, ബട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം. സർ, ഈ ലാംഡ ഉപയോഗിക്കാതെ നമുക്ക് കോർഡിനേറ്റ്സ് തന്നത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിന്റെ ആ ഇക്വേഷന്റെയും തന്നിരിക്കുന്ന ഇക്വേഷന്റെയും കോമൺ പോയിന്റ് എടുത്താലും പോരെ? കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ ആ ഇക്വേഷൻ ഫോം ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അത് 11th ഉള്ളൂ. x1 y1ഉം x2 y2ഉം എൻ പോയിന്റ്സ് ഓഫ് ദ എന്താ ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്, സ്ലോപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക? മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞൂടാത്ത ഞാനല്ലാതെ ഇപ്പൊ x=2 y=1 നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റത്തില്ലേ? ആ വാല്യൂ വരുന്ന ഒരു ഇക്വേഷൻ എടുത്താ പോരെ? x= എങ്ങനെ മോളെ പറഞ്ഞു? അല്ല, ഇപ്പൊ x-ന്റെ y-യുടെ വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വെച്ചല്ലാതെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റത്തില്ലേ? x-ന്റെ y-യുടെയും വാല്യൂ കിട്ടുകയാണെങ്കിൽ x-ന്റെ y-യുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിൽ പ്രശ്നമില്ലല്ലോ. നമുക്ക് ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് സെക്ഷൻ ഫോമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. x-ന്റെ y-യുടെ വാല്യൂ കിട്ടുക എന്നുള്ളത് എങ്ങനെ കിട്ടും? അതാണല്ലോ പ്രശ്നം. മറ്റേ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു x ആക്സിസോ y ആക്സിസോ ആയിരുന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ അല്ല. കാരണം x-ന്റെയോ y-ന്റെയോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇല്ലേ? ശരിയല്ലേ? അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒന്നും പോകണ്ട. കാരണം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ പ്രോബ്ലം എല്ലാം കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് നമ്മൾ ഫോഴ്സ് ടു യൂസ് ദിസ് മെത്തേഡ് ജസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി ഐഡിയ ഓവർ ദീസ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ നമുക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഫോമിനെ നമ്മളെ രക്ഷിച്ചനെ. മനസ്സിലായില്ലേ? x - x1 / x2 - x എന്നുള്ള ആ ഫോമിൽ നമ്മളെ രക്ഷിച്ചനെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഐഡിയയെ നമുക്കില്ല. എക്സും വൈയും എങ്ങനെയായിരിക്കും? കാരണം എന്താ? ഇതൊരു ലൈൻ അല്ലേ മോളെ, ഇതിനകത്ത് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. അതിനകത്തുള്ള ഒരു പോയിന്റ് ആണ് ഈ എക്സ് വൈ എന്ന് പറയുന്നത്. അത് ഏത് പോയിന്റ് ആണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ആർബിട്രറി ലൈനാണ്. അപ്പം ആ ലൈനിലുള്ള നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സിന് 1 കൊടുത്തു, വൈക്ക് അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ 1 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് ഇതൊരു കൊളീനിയർ പോയിന്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് ഈ ലൈനിൽ തന്നെ പോയിന്റ് ആണോ എന്ന് നോക്കണം. അങ്ങനെ എത്ര പോയിന്റ് വെച്ച് നിങ്ങൾ നോക്കും കൊളീനിയാരിറ്റി? കൊളീനിയർ ആവുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇതിൻ്റെയും കോമൺ പോയിന്റ് ആണ് അത് എന്ന് പറയാം. അതൊരു മെത്തേഡാണ്. പക്ഷെ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് സ്റ്റിപ്പുലേറ്റിംഗ് വിത്ത് വാട്ട് യു ലേൺഡ്. ഈ പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അല്ലാതെ എങ്ങനെ എക്സും വൈയും കിട്ടുക? ലക്ഷ്മിപ്രിയ ആണോ പറഞ്ഞേ? ഹലോ. അല്ലാതെ എങ്ങനെയാ മോളെ എക്സും വൈയും എങ്ങനെ കിട്ടുക? അല്ലാതെ എക്സോ വൈയോ കിട്ടണം. ശരിയാണ്, എക്സോ വൈയോ കിട്ടിയാൽ നമുക്ക് ചെയ്യാം. പക്ഷെ എക്സോ വൈയോ കിട്ടുമോ? അല്ലാതെ ഏതെങ്കിലും വഴിയുണ്ടോ? നോട്ട് യൂസിങ് ദ ഫോർമുല ഫോർ ഡിറ്റർമിനിങ് ദ ഇക്വേഷൻ ഫോർ ദിസ് ലൈൻ. അത് ശരിയാണ്, അതൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്, നല്ല സജഷനുമാണ്. കാരണം നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ, എൻ പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. ആ ഫോമിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആ ഇക്വേഷന് ഈ ഇക്വേഷൻ 2 ലീനിയർ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നു. ദെൻ വി ഹാവ് സോ മെനി മെത്തേഡ്സ്. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്. അത് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ബിക്കോസ് ഇത് ഒരു യുണീക്ക് സൊല്യൂഷൻ തരുന്ന പോലെയാണ്. അപ്പോൾ ആ പോയിന്റ് കിട്ടുന്നു, ആ പോയിന്റ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുന്നു. അത് ഓക്കെ. എനിക്കിത് ഇത് ടഫായിട്ട് തോന്നുന്നുണ്ടോ ഇത് ചെയ്യാനായിട്ട്? നമ്മളിവിടെ ലാംഡ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. എന്താ എടുത്തു? ലാംഡ എടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സിന്റെയും വൈയുടെയും ആർബിട്രറി ആയിട്ടുള്ള ആ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഈ ലാംഡ ഈസ് ടു 1 ഈസ് ദ റേഷ്യോ. നമുക്ക് ഈ 2 പോയിന്റ് ഇങ്ങനെ കിട്ടുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ചിലർക്ക് സംശയം ഉണ്ടാവും, സാർ ഇവിടെ 1:λ എടുക്കണോ, λ:1 എടുക്കണോ? അങ്ങനെ സംശയിച്ചാലും കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ 1:λ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക 9/2 എന്നായിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറിക്കോളും.
ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് അതിന് മാറി വാല്യൂ തരും. അതുകൊണ്ട് ഇത് പ്രശ്നമല്ല. 1:λ or λ:1 ഇറ്റ് ഈസ് അപ് ടു യു. വേരിയബിൾ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വെൻ യു ടേക്ക് ദ കോൺസ്റ്റന്റ് ആ പാർട്ടിൻ്റെ കാര്യം ഈക്വലായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൊല്യൂഷൻ ഫോർ 2x + y - 4 = 0. ഈ പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാവും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ടു ഗെറ്റ് വാട്ട് ഈസ് ലാംഡ. ഇനി ലാംഡ എന്നുള്ളത് y കൊള്ളുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ യൂസ് a:1 എന്ന് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ b:1 എന്ന് എടുത്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യുന്നു. വിൽ ഡിസ്കസ് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന് ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ തരും. അപ്പോൾ അതിൽ നമുക്ക് സംശയം വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ട് ഒരു ഡിസ്കഷൻ വയ്ക്കാം. എന്താ, അതായിരിക്കും നല്ലത് അല്ലേ? അതല്ലേ നല്ലത് അല്ലേ? ഇല്ലെങ്കിൽ നമ്മളിത് നീണ്ടു പോകും. അതുകൊണ്ട്